ഓക്കെ, എല്ലാവർക്കും കാണാവോ? കാണാം. ഓക്കെ, അപ്പൊ ഇന്ന് 3 ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസോഫേജൽ അട്രീഷ്യ. ഇതൊരു സർജറി ഷോർട്ട് നോട്ട് 3 മാർക്സിനാണ്. ശരിക്കും ഇതിന്റെ ടൈപ്സ് ഓഫ് ഈസോഫേജൽ അട്രീഷ്യ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഈസോഫേജൽ അട്രീഷ്യ എന്ന് വെച്ചാൽ കൺജനൈറ്റൽ ഡിഫക്റ്റ് ആണ്. നമ്മുടെ അപ്പർ ഈസോഫേഗസും ലോവർ ഈസോഫേഗസും തമ്മിലുള്ള കണക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അതുമൂലം ഉണ്ടായ ഒരു കൺജനൈറ്റൽ അനോമലിയാണ് ഈസോഫേജൽ അട്രീഷ്യ. ഇത് മെയിൻലി പ്രസന്റ് ചെയ്യുന്നത് ട്രക്യോ ഈസോഫേജൽ ഫിസ്റ്റുലയായിട്ടായിരിക്കും. അതായത് ഈ ബ്ലൈൻഡ് ആയിട്ട് എൻഡ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു അപ്പർ അല്ലെങ്കിൽ ലോവർ പാർട്ട് നമ്മുടെ ട്രക്യോ ആയിട്ട് കയറി ജോയിൻ ചെയ്യും. അങ്ങനെ ട്രക്യോ ഈസോഫേജൽ ഫിസ്റ്റുലയായിട്ടായിരിക്കും യൂഷ്വലി പ്രസന്റ് ചെയ്യുക. ലൈക്ക് ഇതായിരിക്കും നോർമൽ കണ്ടീഷൻ, ട്രക്യോ ഈസോഫേജൽ ഫിസ്റ്റുല ആൻഡ് അട്രീഷ്യ. സോ ഇതായിരിക്കും നോർമലി പ്രസന്റ് ചെയ്യുക. സോ നമുക്ക് ഇതിന്റെ മെയിൻ പാത്തോജൻസിസ് എന്ന് പറയുന്നത് ഈ ഡെവലപ്മെന്റ് ടൈമിൽ, എംബ്രിയോളജി ടൈമിൽ ട്രക്യോ ഈസോഫാഗസിന്റെ ഇടയ്ക്ക് ഒരു സെപ്റ്റം ഫോർമേഷൻ വഴി ഫോം ചെയ്യുന്നതാണ്. സോ ഇതിന്റെ മെയിൻ ടൈപ്സ് ഇത് നോർമൽ അനാറ്റമി. മെയിൻലി നമ്മൾ 5 ടൈപ്പായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ടൈപ്പ് എ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ജസ്റ്റ് പക്ക ഈസോഫേജൽ അട്രീഷ്യ, വേറെ ഫിസ്റ്റുല വിത്തൗട്ട് ഫിസ്റ്റുല ഫോർമേഷൻ ആണ് ടൈപ്പ് എ. അതിൽ 2 അപ്പർ ആൻഡ് ലോവർ ഈസോഫേജൽ സെഗ്മെന്റ്സ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. സെക്കൻഡ് വൺ ടൈപ്പ് ബി. ഇവിടെ നമുക്ക് ഫിസ്റ്റുല ഫോർമേഷൻ ഉണ്ട്, പക്ഷേ പ്രോക്സിമൽ പാർട്ട് ഓഫ് ദി ഈസോഫാഗസ് ആയിരിക്കും ട്രക്യോ ആയിട്ട് ഫിസ്റ്റുല ഫോം ചെയ്തിരിക്കുന്നത്, അതായത് അട്രീഷ്യ വിത്ത് പ്രോക്സിമൽ ഫിസ്റ്റുല. ഇതാണ് ടൈപ്പ് ബി. അടുത്ത ടൈപ്പ് സി, ഇത് ഡിസ്റ്റൽ ഫിസ്റ്റുല ഫോർമേഷൻ, അതായത് ഡിസ്റ്റൽ ആയിട്ടുള്ള ഈസോഫാഗൽ സെഗ്മെന്റ് ആയിരിക്കും ഫിസ്റ്റുല ഫോം ചെയ്യുന്നത്. സോ ടൈപ്പ് സി അട്രീഷ്യ വിത്ത് ഡിസ്റ്റൽ ഫിസ്റ്റുല, ഇതാണ് ഏറ്റവും കോമൺ. ലൈക്ക് ഒരു മോർ ദാൻ 85% കേസസും ടൈപ്പ് സി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. അടുത്ത ടൈപ്പ് ഡി എന്ന് പറയുന്നത് ഡബിൾ ഫിസ്റ്റുല, അതായത് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ സെഗ്മെന്റ്സും ഫിസ്റ്റുല ഫോം ചെയ്യും ട്രക്യോ ആയിട്ട്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഇ, അതായത് ഇവിടെ ഈസോഫാഗസ് കംപ്ലീറ്റ്ലി ഫോം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഒരു ഫിസ്റ്റുലയും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഐസൊലേറ്റഡ് ഫിസ്റ്റുല ടൈപ്പ്. ഇത് ഒരു എച്ച് ഷേപ്പ് പോലെ വരുന്നുണ്ട്, എച്ച് ടൈപ്പ് എന്ന് പറയും. ഇതാണ് ഏറ്റവും റയർ ആയിട്ടുള്ള, ലൈക്ക് 4%, ഏറ്റവും റയർ അല്ല, 4% അത്രയൊക്കെ ചാൻസേ ഉള്ളൂ. റയർ കണ്ടീഷനാണ്, പൊതുവെ റയർ കണ്ടീഷനാണ്. സോ ഇതാണ് മെയിൻ ടൈപ്സ്. സർജറി ഷോർട്ട് നോട്ടായിട്ട് ഇത് വരച്ചൊക്കെ എഴുതിയാൽ മതിയോ? പിന്നെ ഇതിനെ ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് വരുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കൂടെ ആഡ് ചെയ്താൽ മതി. ഹലോ, പറഞ്ഞു. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ടൈപ്സ്. പിന്നെ മെയിൻലി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുവാണെങ്കിൽ അറിയായിരിക്കുമല്ലോ, ലൈക്ക് ഇപ്പം നമ്മുടെ ഈസോഫാഗസ് കണ്ടിന്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നാസോഗാസ്ട്രിക് ട്യൂബ് ഇടാൻ നേരത്ത് അത് പാസ് ചെയ്യുന്നുണ്ടാവില്ല, അത് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടിരിക്കും. ലൈക്ക് ഹിയർ ഇവിടെ ഒന്ന് ഒബ്സ്ട്രക്റ്റഡ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നാസോഗാസ്ട്രിക് ഫീഡിങ് ട്യൂബ് ഇടാൻ നോക്കുമ്പോൾ അത് പ്രിവെന്റഡ് ആവും. പിന്നെ അതുവഴി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഫോമിങ് ഓഫ് ദ മൗത്ത്, സലൈവ ഒന്നും താഴേക്ക് പോവാതെ മൗത്തിലേക്ക് ഫുൾ ഫോം ചെയ്ത് പുറത്തേക്ക് വരും. അതുപോലെ സയനോട്ടിക് അറ്റാക്കും കഫിങ്, ഇതൊക്കെ ആയിരിക്കും എന്റെ മെയിൻ സിംറ്റംസ്. ലൈക്ക് കുട്ടി ജനിച്ച ഒരു ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ സിംറ്റംസ് എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ്. ഇപ്പം ഇൻവെസ്റ്റിഗേഷൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പ്രീനേറ്റലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതായത് പ്രീനേറ്റലിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പം ഇതിന്റെ ഡയഗ്നോസിസ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പം ടൈപ്പ് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് എ ടൈപ്പ് ഓഫ് ഈസോഫേജൽ അട്രീഷ്യ ഒക്കെ ആണെങ്കിലും പോളിഹൈഡ്രാമിനോസ് ആയിട്ടായിരിക്കും പ്രീനേറ്റലി ഇത് പ്രസന്റ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ തേർഡ് ട്രൈമസ്റ്ററിൽ കയറി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോളിഹൈഡ്രാമിനോസ് കേസ്. കാരണം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒന്നും സ്വാളോ ചെയ്ത് പോകുന്നില്ല, അതിന്റെ ഒരു ബാലൻസ് തെറ്റുമ്പോൾ പോളിഹൈഡ്രാമിനോസ് ആയിട്ട് പ്രസന്റ് ചെയ്യും. ഇത് പക്ഷെ കൊളാപ്സ്ഡ് സ്റ്റൊമക്ക് കേട്ടോ. ഈ കാണിച്ചേക്കുന്നത് സ്റ്റൊമക്ക് കൊളാപ്സ്ഡ് ആയിട്ട് കാണും. ദെൻ ഇത് ഈസോഫാഗസ്, നമ്മുടെ ബ്ലൈൻഡ് പൗച്ചായിട്ടായിരിക്കില്ലേ അപ്പർ ഈസോഫാഗസ് സെഗ്മെന്റ് നിൽക്കുന്നത്. സോ അത് നമുക്ക് ഇതുപോലെ പൗച്ചായിട്ട് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഡൈലേറ്റഡ് പ്രോക്സിമൽ ഈസോഫാഗസ് പൗച്ച് ഇത്. പിന്നെ ഇത് നോർമൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ സ്റ്റൊമക്ക് നമുക്ക് ഇങ്ങനെ കാണേണ്ടത്. പക്ഷെ ഈ കൊളാപ്സ്ഡ് ആയിട്ടുള്ള സ്റ്റൊമക്ക് കാണാനോ പറ്റില്ല. അതുപോലെ പോളിഹൈഡ്രാമിനോസ് ആയിട്ട് പ്രശ്നം പറ്റും. ഇതൊക്കെയാണ് പ്രീനേറ്റലി നമുക്ക് ഡയഗ്നോസിസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ബർത്ത് ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്റേ ചെസ്റ്റ് തന്നെയാണ്. എക്സ്റേ ചെസ്റ്റിൽ ഫസ്റ്റ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടൈപ്പ് എ ആൻഡ് ബി ആവുമ്പോൾ സ്റ്റൊമക്കിലേക്ക് കംപ്ലീറ്റ് ഒരു കണക്ഷനും ഇല്ല. സോ ആ കേസസിൽ രണ്ടും ഗ്യാസ്ലെസ് അബ്ഡമൻ ആയിട്ട് പ്രസന്റ് ചെയ്യും. കുട്ടിയുടെ വിത്തൗട്ട് ഗ്യാസ് ആയിട്ട് അബ്ഡമൻ പ്രസന്റ് ചെയ്യും. ആൻഡ് എച്ച് ടൈപ്പ് അല്ലാത്ത കണ്ടീഷൻസ്, ബാക്കിയുള്ള കണ്ടീഷൻസ് ഇത് ഒന്ന് ഈസോഫേജൽ പൗച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ എച്ച് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് അത് ഫുൾ ഈസോഫാഗസ് ഉണ്ടെങ്കിലും ചെറിയൊരു കണക്ഷൻ ആയിട്ട് ഇതുപോലെ കാണത്തേ ഉള്ളൂ. സോ എക്സ്റേ ആണ് മെയിൻ ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫീച്ചേഴ്സ് ഇത്രയേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഈ പ്രോക്സിമൽ ഫിസ്റ്റുലയുടെ ഒക്കെ കേസില്ലേ, ഈ കേസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആസ്പിറേഷൻ ന്യൂമോണിയ. ആസ്പിറേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് ട്രക്കിയിലൊക്കെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇതും ടൈപ്പ് ഡി ഒക്കെ ആസ്പിറേഷൻ ന്യൂമോണിയ ആയിട്ട് പ്രസന്റ് ചെയ്യും. അതുപോലെ ഡിസ്റ്റൽ ഫിസ്റ്റിലൊക്കെ ആണെങ്കിൽ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഒക്കെ ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ലൈക്ക് ടൈപ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സർജറിയാണ്. സർജറി ഒന്നെന്ന് പറയുന്നത് ഫീഡിങ് ഗ്യാസ്ട്രോസ്റ്റമി, അല്ലെങ്കിൽ കുട്ടിയുടെ റൈറ്റ് സൈഡിൽ തൊറാക്കോട്ടമി ചെയ്യുക. അതുവഴി നമ്മൾ ഫിസ്റ്റുലിനെ ഐഡന്റിഫൈ ചെയ്ത് റിസെക്ട് ചെയ്ത് കളയാം. ആഫ്റ്റർ ദാറ്റ് ഈ ലോവർ പാർട്ടും അപ്പർ ഈസോഫേജൽ സെഗ്മെന്റും കൂടെ അനസ്റ്റമോസ് ചെയ്യും. സപ്പോസ് അതിന്റെ ലെങ്ത് കുറവാണ് എങ്കിൽ നമ്മൾ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ കോളോണിക് അവിടെ നിന്ന് ട്രാൻസ്പോസിഷൻ ചെയ്ത് അത് ഫില്ല് ചെയ്യും. സോ അത്രയേ ഉള്ളൂ ഈസോഫേജൽ അട്രേഷ്യ മാനേജ്മെന്റ് മൊത്തത്തിലായിട്ട്. ഓക്കെ, 3 മാർക്ക് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ. ടൈപ്സ് അത് പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഓവറോൾ ആയിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് എക്സ്റേയും സർജറി ആയിട്ട് ഈ തൊറാക്കോട്ടോമി വിത്ത് അനസ്റ്റമോസിസോടെ പറഞ്ഞാൽ മതി. അടുത്തത് ഡയഫ്രമാറ്റിക് ഹെർണിയ. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ആണ് മെയിൻലി ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഓവറോൾ ആയിട്ട് ഞാൻ പറയാം. സോ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അബ്ഡമിനൽ കണ്ടൻസ് ഒരു ഹെർണിയ ഡയഫ്രം വഴി ഹെർണിയേറ്റഡ് ആവും. അത് 2 ടൈപ്പ് ആവും. കൺജനൈറ്റ്ലി എന്നൊക്കെ വരാം, അക്വയർഡ് ആയിട്ട് വരാം. അക്വയർഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ആക്സിഡൻസ്, എന്തെങ്കിലും ട്രോമ ഒക്കെ ഉണ്ടായി ഡയഫ്രത്തിൽ എന്തെങ്കിലും ഇഞ്ചറിയോ പേഴ്സിംഗ് ഒക്കെ സ്റ്റാബ് ഇഞ്ചറി ഒക്കെ വന്നാലേ അക്വയർഡ് ആയിട്ട് കണ്ടീഷൻ നമുക്ക് വരത്തുള്ളൂ. പിന്നെ വരുന്നത് കൺജനൈറ്റൽ ആണ്. സോ കൺജനൈറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് യൂഷ്വലി പ്രസൻസ് ഷോർട്ട്ലി ആഫ്റ്റർ ബർത്ത്. ഇപ്പൊ യൂഷ്വലി നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും അത് പ്രസന്റ് ചെയ്യാറ്. ഇതിന്റെ എത്തിയോളജി എന്ന് പറയാൻ വേണ്ടി മാത്രം ജനറ്റിക് റീസൺ ആവാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനറ്റിക്കലി ഉള്ള ഈ പ്ലൂറോ പെരിറ്റോണിയൽ കനാൽ അതുപോലത്തെ ഫൊറാമിൻ സെക്കൻഡ് അബ്നോർമൽ ആയിട്ടുള്ള ക്ലോഷർ മൂലം ഇതിന്റെ ഹെർണിയ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിന്റെ 4 സൈറ്റ്സ്. ഡയഫ്രത്തിൽ ഏതൊക്കെയാണ് മെയിൻ 4 സൈറ്റ്സിൽ ഈ ഹെർണിയ ഡെവലപ്പ് ചെയ്യുന്നത്? ഒന്ന് ഫസ്റ്റ് വൺ ആൻഡ് കോമണസ് എന്ന് പറയുന്നത് ത്രൂ ദ ഫൊറാമിൻ ഓഫ് ബോഷ്ഡെലക്. സോ ഇതാണ് ഈ പ്ലൂറോ പെരിറ്റോണിയൽ കനാൽ എന്ന് പറയുന്നത്, ഫൊറാമിൻ ഓഫ് ബോഷ്ഡെലക്. ഇതാണ് ഏറ്റവും കോമണസ്റ്റ്. ഇതുവഴിയായിരിക്കും കോളോണിക് കണ്ടൻസ്, മെയിൻലി കോളനൊക്കെ ആയിരിക്കും ലൈക്ക് ഹെർണിയേറ്റ് ചെയ്യാം. സോ ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം നോർമലി ഡയഫ്രമാറ്റിക് ഹെർണിയയുടെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഈ 3 എണ്ണമാണ്. റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഷിഫ്റ്റ് ഓഫ് ദ മീഡിയാസ്റ്റിനം ആൻഡ് സ്കഫോയിഡ് അബ്ഡമൻ. ഇതിനെയാണ് ട്രയാഡ് ഓഫ് കൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഷിഫ്റ്റ് ഓഫ് മീഡിയാസ്റ്റിനം ആൻഡ് സ്കഫോയിഡ് അബ്ഡമൻ. ഓക്കെ, അടുത്ത 2 ത്രൂ ദി ഫൊറാമിൻ ഓഫ് മോർഗാഗ്നി. അതെന്ന് പറയുന്ന പാരസ്റ്റേണൽ ഹെർണിയ ആയിരിക്കും. അത് യൂഷ്വലി ലേറ്റ് ചൈൽഡ്ഹുഡിൽ ഇതിൽ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. ഏർലി ചൈൽഡ്ഹുഡിൽ യൂഷ്വലി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. സോ അത് ഒബ്സ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ആയിട്ട് റൈറ്റ് ഹൈപ്പോകോൺട്രിക്കിലെ പെയിൻ ആയിട്ടും അതുപോലെ ചെസ്റ്റ് ടൈറ്റ്നസ് ഒക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ സെൻട്രൽ ടെൻഡൻ വഴി തന്നെ ഹെർണിയേറ്റ് ചെയ്യും. അത് യൂഷ്വലി സ്റ്റൊമക്കിന്റെ ഫണ്ടസ് ആയിരിക്കുമല്ലോ. പിന്നെ ഉള്ള ഒരു കണ്ടീഷനാണ് ഇവൻട്രേഷൻ. ഇവൻട്രേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഇതൊരു ട്രൂ ഹെർണിയ അല്ല, പക്ഷെ നമ്മുടെ ഡയഫ്രത്തിന്റെ മസിൽസ് ഡീജനറേറ്റഡ് ആയി അട്രോഫൈഡ് ആയിട്ട് പോകും. ലൈക്ക് അത് ഫുള്ളി അറ്റുനേറ്റഡ് ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ട് പോയി ഹെർണിയയ്ക്ക് ഉണ്ടാകുന്ന അതേ ഫീച്ചേഴ്സിനെ മിമിക് ചെയ്യും. അതുകൊണ്ട് മാത്രം നമ്മൾ ഡയഫ്രമാറ്റിക് ഹെർണിയയിൽ ഇനി ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ട്രൂ ഹെർണിയ അല്ല. ഓക്കെ, സോ അതാണ് ഇവൻട്രേഷൻ. അതായത് ഹെമി ഡയഫ്രംസ് എല്ലാം ഹെമി ഡയഫ്രം അല്ലെങ്കിൽ ഹോൾ ഡയഫ്രം അട്രോഫൈഡ് ആയിട്ട് പോകും. സോ ഇതാണ് ഇതിന്റെ മെയിൻ സൈറ്റ്സ്. ഇനി മെയിൻ ഇതിന്റെ ഡയഗ്നോസിസും മാനേജ്മെന്റും. സോ ഇതിന്റെ മെയിൻ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേയിൽ നമ്മുടെ എന്തായിരിക്കും, ചെസ്റ്റിന്റെ അകത്ത് ഗ്യാസും ഫ്ലൂയിഡ് ലെവൽസും എല്ലാം വിത്തിൻ ദ ചെസ്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ബേരിയം മിനിമം മീൽ ചെയ്യാം. പിന്നെ അതുപോലെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് CT ചെസ്റ്റും അബ്ഡമനും ആയിരിക്കും. ഓക്കെ, CT ചെസ്റ്റ് ആൻഡ് അബ്ഡമനാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. സോ ഇൻവെസ്റ്റിഗേഷൻസ് മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ട്രീറ്റ്മെന്റ് പാർട്ട് നമുക്ക് 2 ആയിട്ട് ചെയ്യാം. ഒന്ന്, നമ്മൾ സപ്പോസ് ആന്റിനേറ്റലി ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് ബെറ്റർ. കാരണം അത് ചെയ്താലും പിന്നീട് ലൈക്ക് ലേബർ നടന്നാലും പുവർ പ്രോഗ്നോസിസ് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല ടെർഷ്യറി സെന്ററിലേക്ക് മദറിനെ മാറ്റുക. ഇതൊക്കെയുള്ള ആന്റിനേറ്റൽ പ്രിക്കോഷൻസ്.
പോസ്റ്റ്നേറ്റലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ച ഉടനെ തന്നെ ആദ്യം കുട്ടിയെ സ്റ്റെബിലൈസ് ചെയ്യുക. ലൈക്ക് ആംപോ ബാഗ് വെച്ചിട്ട് റീസസൈറ്റ് ചെയ്യരുത്. ദെൻ ട്രിക്കിൽ ഇൻറ്റുബേഷനും വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ നാസോഗാസ്ട്രിക് ട്യൂബും അപ്പം തന്നെ പാസ് ചെയ്യുക. കുട്ടി സ്റ്റെബിലൈസ്ഡ് ആയതിനു ശേഷം മാത്രം സർജിക്കൽ കറക്ഷൻ ചൂസ് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മൾ ലാപ്രോട്ടമി ചെയ്ത് സാക്കിനെ ഡിസെക്ട് ചെയ്ത് കളയാണ്. ആൻഡ് ആ ഡയഫ്രത്തിൽ വന്ന ഡിഫക്റ്റിനെ ക്ലോസ് ചെയ്യണം യൂസിങ് നോൺ അബ്സോർബബിൾ സ്യൂച്ചേഴ്സ്. സോ ലാപ്രോട്ടമി ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഡിഫക്റ്റ് ആണ് മെയിൻ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഡയഫ്രമാറ്റിക് ഹെർണിയ. ഇത് പറഞ്ഞാൽ ബോഷ്ഡലക് ഹെർണിയ. ഇതിലൂടെ ലൈക്ക് ലിവറിന്റെ ഇതായിട്ട് ഇൻഡസ്റ്റൈൻ കാണുന്ന ഒരു ഫിഗർ. ഇത് CT സ്കാനിൽ ഹെർണിയ കാണുന്നത്. സോ അത് അത്രയേ ഉള്ളൂ. അത് 4 മാർക്കിന്റെ ചോദ്യമാണ്, പക്ഷെ അത്ര ഒപ്പിച്ചായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇംപെർഫറേറ്റ് ഏനസ്. ഇത് 2 മാർക്കിന്റെ ഷോർട്ട് നോട്ടാണ്. പറയട്ടെ? അല്ല. സോ ഇംപെർഫറേറ്റ് ഏനസ് എന്ന് പറയുമ്പോൾ മെയിൻലി എന്തായിരിക്കും, ഏനൽ അട്രേഷ്യ അല്ലെങ്കിൽ ഏനൽ ഏജനസിസ് ആയിരിക്കും. കൺജനൈറ്റൽ ഡിഫക്റ്റ്, അതായത് ഏനൽ ഓപ്പണിംഗ് ഉണ്ടാവത്തില്ല. അത് ഒന്നെങ്കിൽ മിസ്സിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ. സോ ഇംപെർഫറേറ്റ് ഏനസ് മെയിൻലി നമുക്ക് 2 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലൈക്ക് അതിന്റെ ടെർമിനേഷൻ, ആ റെക്ടം എവിടെ വെച്ചിട്ടാണ് ടെർമിനേറ്റ് ആയി പോയത് എന്ന് വെച്ചിട്ട് ലോ അല്ലെങ്കിൽ ഹൈ അനോമലീസ്. ലോ അനോമലീസ് എന്ന് പറയുമ്പോൾ ഏനോറെക്ടലിന്റെ ബണ്ടിലിന്റെ മുകളിൽ വെച്ചിട്ട് തന്നെ ബവല് ടെർമിനേറ്റ് ആയി പോയി. ഹൈ അനോമലി എന്ന് പറയുമ്പോൾ ഏനോറെക്ടൽ ബണ്ടിലിന് താഴെ വരെ വന്നിട്ട് ലൈക്ക് ഇങ്ങ് താഴെ വരെ വന്ന് വേറെ എന്തെങ്കിലും ഫിസ്റ്റുല ഫോർമേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ടെർമിനേറ്റ് ആയിരിക്കും. സോ ലോ അനോമലീസിൽ വരുന്ന കണ്ടീഷൻസ് ആണ്, ഒന്ന് ഏനൽ ഓപ്പണിംഗ് സ്കിന്ന് കൊണ്ട് തന്നെ കവേർഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. 2 മെംബ്രെയിൻസ്, തിൻ മെംബ്രെയിൻ വെച്ച് കവേർഡ് ആയിരിക്കും. പിന്നെ ഉള്ളതാണ് റെക്ടോ പെരീനൽ ഫിസ്റ്റുല അല്ലെങ്കിൽ ആന്റീരിയർലി സൈനസ്, ആന്റീരിയർ എക്ടോപിക് സൈനസ് ആയിട്ട് കാണും. അത് യൂഷ്വലി ഫീമെയിൽസിലൊക്കെയാണ് കൂടുതലായിട്ട് കാണാറ്. ഓക്കെ. അത് ഫിസ്റ്റുല ഫോർമേഷൻ, പെരീനിയത്തിൽ ഫിസ്റ്റുല ആയിട്ടായിരിക്കും ഓപ്പണിംഗ് വരുന്നത്, ഏനൽ ഓപ്പണിംഗ് ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് സ്റ്റീനോസിസ്. സ്റ്റീനോസിസ് അത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓറിഫേഴ്സേ ഉണ്ടാവുള്ളൂ. ഇത് ലോ അനോമലീസ്. ഹൈ അനോമലീസ് എന്ന് പറയുന്നത് റെക്ടൽ അട്രേഷ്യ, ബ്ലൈൻഡ് പൗച്ച് ആയിട്ടായിരിക്കും റെക്ടം പ്രസന്റ് ചെയ്യുക. പിന്നെ ക്ലോയാക്ക എന്ന് പറയുന്ന കോമൺ ചേംബർ ആണ്. ലൈക്ക് ഈ ഫീമെയിൽസിന്റെ യുറേത്രയും യൂറിനറി ബ്ലാഡറും എല്ലാം കൂടെ വരുന്ന ഓപ്പണിംഗ് കോമൺ ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷനാണ് ക്ലോയാക്ക. ഒരു മെംബ്രെയിൻ ആണ് ക്ലോയാക്കൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഏനോറെക്ടൽ ഏജനസിസ്, അതും ഫിസ്റ്റുല ഫോർമേഷൻ ആണ്. സോ ഇതൊക്കെയാണ് 2 ഗ്രൂപ്പായിട്ട് ലോ അല്ലെങ്കിൽ ഹൈ അനോമലി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇത് നോർമൽ അനാറ്റമി ഓഫ് ഫീമെയിൽ. സോ ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏനൽ ഓപ്പണിംഗ് ഇല്ല, മിസ്സിംഗ് ഏനൽ ഓപ്പണിംഗ്. ഇവിടെ ഏനൽ ഓപ്പണിംഗ് ഇല്ല, പക്ഷെ ഇത് ഫ്രണ്ടിൽ ജസ്റ്റ് ഫിസ്റ്റുല പോലെ അല്ലെങ്കിൽ വേറൊരു ഓപ്പണിംഗ് പോലെ വേറെ ചെന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പണിംഗ് റോങ് പ്ലേസ്. ഇത് റെക്ടം ഡയറക്റ്റ് വജൈനയിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം. ഇത് ഫീമെയിൽ പാർട്ടിൽ റെക്ടം ഡയറക്ട്ലി വജൈനയിലേക്ക് കൺവേർട്ട് ആയിരുന്നു. മിസ്സിംഗ് ഏനൽ ഓപ്പണിംഗ്. ഇതാണ് ക്ലോയാക്ക, അതായത് ഓൾ 3 ഫോംസ് സിംഗിൾ ഓപ്പണിംഗ്. സെർവൈക്കലും യൂറേറ്ററിലും റെക്ടം എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഓപ്പണിംഗ് ആയിട്ട് വെച്ച് ഫോം ചെയ്യുന്നതാണ് ക്ലോയാക്ക. ഓക്കെ. മെയിൽസിന്റെ കേസിലാണെങ്കിലും ഏനൽ ഓപ്പണിംഗ് മിസ് ആവാം, അല്ലെങ്കിൽ റോങ് പ്ലേസിൽ ഓപ്പൺ ചെയ്യാം, ഫിസ്റ്റുല പോലെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ യൂറേറ്റർ അല്ലെങ്കിൽ ബ്ലാഡറിലേക്ക് ഡയറക്ട്ലി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ട്ലി ഇൻറ്റു ബ്ലാഡർ, അതായത് ഹൈ റെക്ടം കണക്ട്സ് ആയിട്ട്. ഇനി അതിന്റെ മാനേജ്മെന്റ്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുവാണെങ്കിൽ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 24 മണിക്കൂറിൽ നോർമലി മെക്കോണിയം പാസ് ചെയ്യണം. സോ അങ്ങനെ ഒരു മെക്കോണിയം പാസിങ് ഉണ്ടാവില്ല. സോ ഇതാണ് എൻ്റെ ഏറ്റവും മെയിൻ പ്രസന്റിങ് സിംറ്റം ആയിട്ട് പറയുന്നത്. അതുപോലെ നമ്മൾ കുഞ്ഞിന്റെ എക്സാമിനേഷൻ ടൈമിൽ പെരീനിയൽ എക്സാമിനേഷൻ, പെരീനിയത്തിൽ എവിടെയെങ്കിലും മെക്കോണിയത്തിന്റെ പ്രസൻസ് കാണുകയാണെങ്കിൽ പെരീനിയൽ ഫിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാവും. അത് ലോ ഡിഫക്റ്റ് ആയിട്ട് അപ്പോഴേ മനസ്സിലാവും. അല്ല യൂറിനിലാണ് നമുക്ക് മെക്കോണിയം ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ യൂറിനറി ട്രാക്ട് ഫിസ്റ്റുല ഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. സോ അങ്ങനത്തെ പെരീനിയൽ എക്സാമിനേഷൻ വഴി അതോടൊപ്പം തന്നെ മറ്റ് കൺജനൈറ്റൽ അനോമലീസും ചെക്ക് ചെയ്യണം. ലൈക്ക് യൂഷ്വലി ഇതിന്റെ കൂടെ മറ്റെന്തെങ്കിലും കൺജനൈറ്റൽ അനോമലീസും പ്രസന്റ് ആവാറുണ്ട്. അതും എല്ലാം കൂടെ ഡയഗ്നോസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് ലൈക്ക് ലോ ആണോ ഹൈ അനോമലി ആണോ എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാത്രം മാംഗൻസ്റ്റൺസ് ഇൻവെർട്ടോഗ്രാം എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുഞ്ഞ് ജനിച്ച് ഒരു 12 മണിക്കൂറിന് ശേഷമായിരിക്കും നമ്മുടെ ഈ ഗ്യാസ് എന്ന് പറയുന്നത് ലൈക്ക് ഡിസ്റ്റൽ, നമ്മുടെ GITയുടെ ഡിസ്റ്റൽ എൻഡ് വരെ ആദ്യം ജനിക്കുന്ന കുഞ്ഞിന്റെ വരെ പോകാൻ എടുക്കുന്ന ടൈമാണ് 12 hours. സോ ഒരു 12 hour ഡ്യൂറേഷന് ശേഷം കുഞ്ഞിനെ നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് നിർത്തിയിട്ട് എക്സ്റേ എടുക്കുക. സോ ആ ടൈമിൽ ഗാറ്റ് ഷാഡോ പ്യൂബോക് ഓക്സിജൻ ലൈൻ, അതായത് സ്റ്റെഫൻസ് ലൈൻ എബോവ് ആയിട്ടാണെങ്കിൽ അതൊരു ഹൈ അനോമലി ആയിട്ടും,
ബിലോ കാണുന്നെങ്കിൽ ലോ അനോമലി ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ. ട്രീറ്റ്മെന്റും രണ്ടായിട്ടാണ് കൊടുക്കുക. ലോ അനോമലി കണ്ടീഷൻ ആണെങ്കിൽ സ്കിൻ ആണെങ്കിൽ സ്കിന്നിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഏനൽ ഓപ്പണിംഗ് ഡയലേറ്റ് ചെയ്ത് കൊടുക്കുക. മെംബ്രെയിൻ ആണെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്ത് ഡയലറ്റേഷൻ. ആഫ്റ്റർ ദാറ്റ് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്ഷൻ, അതായത് ഏനോപ്ലാസ്റ്റി ചെയ്യുക. പെരിനിയൽ ഫിസ്റ്റുല ആണെങ്കിൽ ഏനോപ്ലാസ്റ്റി ചെയ്ത് ട്രീറ്റ് ചെയ്യാം. സോ ഇതാണ് ലോ അനോമലിക്കിടെ എല്ലാം ഇതുപോലെ നോർമൽ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഹൈ അനോമലി എന്ന് പറയുമ്പോൾ അത് 3 സ്റ്റെപ്പ് ലൈക്ക് ഒരു ലോങ് 3 സ്റ്റേജ് പ്രൊസീജിയർ പോലെ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് കോളോസ്റ്റമി. അതായത് ഇപ്പം ഹൈ അനോമലി ആകുമ്പോൾ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യാൻ ചാൻസ്. സോ ആദ്യമേ നമ്മൾ കോളോസ്റ്റമി ചെയ്ത് ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ റിലീവ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഒരു സെവറൽ മന്ത്സ് ലേറ്റർ കുഞ്ഞിനൊരു 8 to 10 kg വെയിറ്റ് ഒക്കെ കിട്ടിയ ടൈമിൽ മറ്റ് ഓപ്പറേഷൻ, അതായത് ഏത് രീതിയിലുള്ള ഫിസ്റ്റിലാണോ ഫോം ചെയ്യുന്നത് വെച്ചാൽ ആ രീതിയിലുള്ള ഓപ്പറേഷൻ. സപ്പോസ് ഒന്നെങ്കിൽ പോസ്റ്റീരിയർ സജൈറ്റൽ ഏനോറെക്ടോപ്ലാസ്റ്റി, അല്ലെങ്കിൽ ഗേൾസിനാണെങ്കിൽ വജൈനൽ റീകൺസ്ട്രക്ഷൻ, ആ രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്യാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയലറ്റേഷൻ, ഏനൽ ഓപ്പണിംഗിന്റെ ഡയലറ്റേഷൻ ചെയ്യാം. തേർഡ് സ്റ്റേജ് ആയിട്ട് ലൈക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് കോളോസ്റ്റമി നമ്മൾ ക്ലോസ് ചെയ്യാറ്. ഓക്കെ, ഇതാണ് എൻ്റെ മെയിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഇംപെർഫറേറ്റ് ഏനസ്. ബിഫോർ ഓപ്പണിംഗ് ആഫ്റ്റർ സർജറിയുടെയും ഇത്രയേ ഉള്ളൂ. ഹലോ, മതിയോ? ഓക്കെ, താങ്ക് യു. പിന്നെ പീഡിയാട്രിക് സർജറിയിൽ ഇനി ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അത് നമ്മൾ മുന്നേ ഐഷാനിഷാൻ എടുത്തതാ, കൺജനിറ്റൽ ഹൈപ്പർട്രോഫി പൈലോറിക് സ്റ്റീനോസിസ് കേട്ടോ. GAT എടുത്തോണ്ട് എടുക്കാത്ത കേട്ടോ. അതുകൂടെ ഉള്ളു പീഡിയാട്രിക് സർജറി കേട്ടോ. ശരി.